നമസ്കാരം, എല്ലാവർക്കും ലുക്ക് ടോപ്പ് റൂഫിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. നമ്മുടെ റൂഫ് വർക്കുമായിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്, ഒരാളിനൊരു സഹായം എന്ന നിലയിലും ഒപ്പം നിങ്ങൾക്ക് കൊല്ലം ജില്ലയിലുള്ള ആളുകൾക്ക് ഒരു അനുഗ്രഹമാണ് നമ്മൾ തരാൻ പോകുന്ന ഒരു സർവീസിനെ കുറിച്ചാണ് പറയുന്നത്. വാട്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ടീമാണ്. അവരെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ഇദ്ദേഹത്തിനെ കൊണ്ട് എൻ്റെ വീട്ടിലെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ മാറ്റിച്ചു. പുള്ളി കൊണ്ടുവന്നൊരു യൂണിറ്റൊക്കെ സെറ്റ് ചെയ്തിരുന്നു. 2 മാസമായി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കംപ്ലൈൻറ്റും ഇല്ല, സർവീസൊക്കെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. പുള്ളി ഒരു റിട്ടയേർഡ് ഗൾഫുകാരനാണ്. 20 വർഷം സൗദി അറേബ്യയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം നാട്ടിൽ വന്നിങ്ങനെ ഒരു സംരംഭം തുടങ്ങുമ്പം അതിനൊരു സഹായം. അപ്പം കേരളത്തിൽ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ, അല്ലെങ്കിൽ ഈ രംഗത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കും പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ പ്രശ്നം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിൻ്റെ മെയിൻ പ്രശ്നം വെള്ളം മോശമായിരിക്കുന്നതാണ്. നല്ല വെള്ളം കുട്ടികൾ കുടിച്ചെങ്കിൽ മാത്രമേ ജലദോഷം, പനി സ്ഥിരമായിട്ട് വരുന്നത് മാറ്റി നിർത്താൻ കഴിയുകയുള്ളൂ. എത്ര ഹോസ്പിറ്റലിൽ പോയാലും എനിക്ക് അനുഭവമാണ് കേട്ടോ. എൻ്റെ മക്കൾ എല്ലാം പച്ചവെള്ളം ഡയറക്റ്റായിട്ട് എടുത്ത് കുടിക്കും, പനിയാകും, കഫക്കെട്ടാവും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ 2 മാസം കൊണ്ട് നല്ല മാറ്റം ഉണ്ടായതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വീട്ടിൻ്റെ വെള്ളത്തെക്കുറിച്ച് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, ടാങ്ക് പരിശോധിക്കണം. അതുപോലെ തന്നെ ഈ വെള്ളം നമ്മുടെ വീട്ടിലെ വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്യിക്കണം. അതിനകത്ത് എന്തെങ്കിലും അയൺ കണ്ടൻറ്റോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കണം. അതിനുശേഷം ഇങ്ങനെയുള്ള ഇവരെ തന്നെ ഏൽപ്പിച്ചാലും അവരൊന്ന് ടെസ്റ്റ് ചെയ്ത് പറയും, കറക്റ്റായിട്ടുള്ള അതിൻ്റെ റിപ്പോർട്ട് തരും. നല്ല ഏതെങ്കിലും ടീമിന് സർവീസ് കൊടുത്ത് വെള്ളത്തിൻ്റെ കാര്യം കൃത്യമാക്കുക. അപ്പോൾ തന്നെ പകുതി ടെൻഷൻ മാറും നമുക്ക്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്ഥാപനത്തിലേക്കാണ് പോകുന്നത്. യൂണിടെക് എന്നാണ് കമ്പനിയുടെ പേര്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിലാണ്. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെ വന്നാൽ വെളുത്തമണൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത്. നല്ല സൗമ്യമായ രീതിയിൽ നമ്മളോട് പെരുമാറുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കടയാണിത്. യൂണിടെക് നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നമുക്കൊന്ന് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും ഹബീബി. ഞങ്ങൾക്കൊരു വെള്ളത്തിന്റെ ഫിൽറ്റർ വെച്ച് തന്നിട്ട് പോയതാ, മറന്നുപോയോ? എന്റെ സർവീസുമായിട്ട് ഒരു പ്രാവശ്യം വന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ ഹയറായിട്ട് പോകുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ രോഗത്തിന് ഒരുപാട് കുറവുണ്ട്, സത്യസന്ധമായിട്ട് പറയുക. പടച്ചവന്റെ കാരുണ്യം കൊണ്ട് കുഞ്ഞു കുട്ടികളല്ല, എനിക്ക് ഇരട്ട മക്കളാണുള്ളത്. അപ്പം വെള്ളത്തിനകത്ത് വന്ന ആ ഒരു വ്യത്യാസം വളരെ ഞാൻ അനുഭവിച്ചറിഞ്ഞു. നല്ല ടേസ്റ്റും ഉണ്ട്. അത് മാത്രമല്ല കുളിക്ക് ബാത്റൂമൊക്കെ വളരെ ക്ലിയർ ആയി. ബാത്റൂമിനകത്തൊക്കെ ആ വെള്ളത്തിന്റെ വ്യത്യാസം ഉണ്ട്. ആ ഫാനൊക്കെ ഓഫ് ആക്കിയാ കേട്ടോ, ഭയങ്കര സൗണ്ട്. വെള്ളത്തിനകത്ത് അയൺ കണ്ടന്റ് പെർസെന്റേജ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫിറ്റിംഗ് എല്ലാം കേടാം. മാത്രമല്ല അത് ഹെൽത്തി പ്രോബ്ലംസ്. മാസ്ക് മാറ്റിക്കോ, പ്രശ്നം എനിക്ക് പ്രശ്നമില്ല കേട്ടോ. അപ്പം ഈ സ്ഥാപനം നടത്തുന്ന ആളാണ് കേട്ടോ. ഞാൻ വേർത്തായിട്ട് ഒരു ചെറിയൊരു സംഭാഷണം നടത്തുകയാണിത്. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്, നിർമ്മാണ മേഖലയിലുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടാണ്. ഇപ്പം ഈ വാട്ടർ എന്ന് പറയുന്ന കാര്യത്തിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ വെള്ളത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം വന്നാലും ഈ മുഖം മറക്കണ്ട. കൊല്ലം ജില്ലയിൽ നല്ല സർവീസ് തരുന്ന ഒരു വ്യക്തിയാണ്. വളരെ മാന്യമായ സൗമ്യമായിട്ട് ഇടപെടുകയും സംസാരിക്കുകയും നിങ്ങളുടെ ആവശ്യമനുസരണം അത് ടെസ്റ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. എനിക്കങ്ങനെ ഒരു അനുഭവമുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളൂ. യാഥാർത്ഥ്യമായ കാര്യമാണ്. എൻ്റെ വീട്ടിൽ വെള്ളത്തിന്റെ എല്ലാ പ്രോബ്ലം റെഡി ആയിട്ടുണ്ട്. അൽഹംദുലില്ലാ ഞാൻ അതിൽ സംതൃപ്തനാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഒരു വീഡിയോ ഞാനിങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അദ്ദേഹം പോലും അറിയാതെ രാവിലെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനൊരു സംഭവം ചെയ്യാം. കാരണം കുട്ടികൾക്ക് കുഞ്ഞുങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റായിട്ട് പൈപ്പിൽ നിന്ന് ടാപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് അതിന്റെ കുറച്ച് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അറിയാൻ വേണ്ടിയിട്ട് വെള്ളത്തിനകത്ത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരുന്നത്, സാധാരണ ഉള്ള കോമണായി പറഞ്ഞത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. കോമണായിട്ട് നമ്മുടെ പ്രദേശങ്ങളിൽ കൂടെ അയണിന്റെ പെർസെന്റേജ് ആണ് കൂടുതലായിട്ട്. അയണിന്റെ പ്രശ്നമാണ് കൂടുതലായിട്ട് വരുന്നത്. കണ്ടാമിനേഷനാണ് വെള്ളത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് നമ്മുടെ പ്രദേശങ്ങളിൽ. നോർമലി നമുക്ക്
നോർമലി നമുക്ക് നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് വാട്ടർ ഫിൽറ്റർ ഫിക്സ് ചെയ്യുന്നതിന്റെ ഒരു സജഷൻ നമ്മൾ കസ്റ്റമർ മുമ്പിൽ വെക്കുന്നത്. കുറച്ച് ഉറച്ചു പറയണം, നമുക്ക് മൊബൈൽ എടുക്കുന്നതായോണ്ടേ ശബ്ദം കൃത്യമായിട്ട് കിട്ടും. ചോറൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല. നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് വാട്ടർ ഫിൽറ്റർ ഏതാണ് ഫിക്സ് ചെയ്യേണ്ടത്, ഏത് മീഡിയ ആണ് അതിനകത്ത് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിന്റെ കൺഫർമേഷൻ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്തിരിക്കുന്നേ നമ്മുടെ ഡിസ്പ്ലേ വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളൊന്നും കണ്ട് നമ്മള് ഈ നോർമലി നമ്മൾ വാട്ടർ ഫിൽറ്ററിൽ ഫിക്സ് ചെയ്യുന്ന ഫില്ല് ചെയ്യുന്ന സാധനങ്ങളാണ്, കണ്ടന്റ് ആണ് തന്നെ മീഡിയ ആണ്. സൈലക്സ് പിന്നെ വേറെ സൈലക്സ്, ഹോട്ട് സാൻഡ്, ഫൈൻ സാൻഡ്, ഇതെല്ലാം സാൻഡ് ഐറ്റംസ് ആണ്. സാൻഡാണ്. പിന്നെ ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ട്. കാർബൺ. പിന്നെ നമ്മുടെ കാറ്റഡോക്സ് ലൈറ്റ് എന്ന് പറഞ്ഞ ജർമ്മൻ മെയ്ഡ് മീഡിയ ആണ്. ഇത് അയൺ റിമൂവർ ആണ്. മൈക്രോൺ വരെ അയൺ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള മീഡിയ ആണ്. പിന്നെ MnO2, ആന്ത്രസൈറ്റ്, അങ്ങനെ ഒരുപാട് മീഡിയകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഇതൊന്ന് വാക്ക് വാഷ് ചെയ്യുന്ന എനിക്കൊന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് പോയിട്ട് അതൊന്ന് കാണിച്ചു തരണം. അത് പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഈ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കിച്ചനകത്ത് ഉപയോഗിക്കുന്ന സാധനമാണല്ലോ ഇത്. അതെ അതെ, ഇതിനകത്ത് ഇതിനകത്ത് മെയിനായിട്ട് ഇത് RO ആണ്. വെള്ളത്തിലുള്ള സീരിയസ് വെള്ളത്തിലുള്ള ലെഡ്, മഗ്നീഷ്യം, സാൾട്ട്, ഫോസ്ഫേറ്റ് ഇങ്ങനെയുള്ള കണ്ടന്റിൽ അധികമായിട്ട് വരുന്നതിന് ഇത് RO റിവേഴ്സ് ഓസ്മോസിസ് എന്നുള്ള ഫംഗ്ഷൻ കൂടി ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് പുറത്തു പോകും. ഇതിന് ഈ ROയ്ക്ക് ശേഷം വരുന്ന ലൈൻ രണ്ടായിട്ടാണ്. ഒന്ന് പ്യൂരിഫൈഡ് വാട്ടർ, രണ്ട് ഡ്രെയിൻ വാട്ടർ, മോശം വെള്ളം വേറെ ലൈൻ വഴി പുറത്തു പോകും. പിന്നെ ഇതിനകത്ത് UV സ്റ്റെറിലൈസർ. സ്റ്റെറിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ബാക്ടീരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ്. കിച്ചണിൽ നോർമലി നമ്മുടെ കുടിവെള്ളം വളരെ പ്യൂറായ മിനറൽ വാട്ടറിന്റെ ക്വാളിറ്റിയിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിളിക്കുന്ന കസ്റ്റമർക്ക് ഡയറക്റ്റ് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ നീതി സ്റ്റാർട്ടിംഗ് ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞെന്തറിയോ, നമ്മുടെ സർവീസ് അനുസരിച്ച് അവരോട് നീതി പുലർത്തണം എന്ന്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കംപ്ലൈൻസോ കാര്യങ്ങളോ വന്നാല് അതൊന്ന് പെട്ടെന്ന് പോയി ചെയ്തു കൊടുക്കാൻ. അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻസ് വരുന്നുണ്ടോ? റീപ്ലേസ്മെന്റ് വാറന്റി ഉണ്ട്. നമ്മൾ കംപ്ലൈന്റ് അങ്ങനെ വല്ല കുറവാണ്. പിന്നെ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിന്. ഇപ്പൊ നമ്മൾ ഷിംഗിൾസിനകത്തായാലും എന്ത് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞാൽ അന്നേരം സർവീസിന് ആളെ വിടും. അതുപോലെ അങ്ങനെ നമ്മുടെ സക്സസ് ആവത്തുള്ളൂ നമ്മളെല്ലാം. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ ഡിസ്പ്ലേ കാര്യങ്ങളും എല്ലാം ഈ സ്ഥാപനത്തിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരിട്ട് വന്ന് കാണേണ്ടവര് വരേണ്ടത് കൊല്ലം കരുനാഗപ്പള്ളിയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള റോഡ് വെളുത്തമണലിലേക്ക് വരിക. വെളുത്തമണലി വലിയ പ്ലാന്റ് അല്ലേ? ഓക്കെ, ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു? ഷാജി മുഹമ്മദ് എന്നാണ് പേര്. എത്ര വർഷമായിരുന്നു ഗൾഫില്? 20 വർഷം പ്രവാസിയായിട്ട് ജോലി ചെയ്ത മനുഷ്യനാണ്. അപ്പൊ പ്രവാസികൾ വേണം ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ കൂടുതലായിട്ട്. അപ്പൊ ഇച്ചിരി കൂടുതൽ ദൂരമാണെങ്കിൽ പോലും ഇദ്ദേഹം വന്ന് ചെയ്തൊക്കെ തരും, പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ സർവീസിന് ആളെ വിട്ടോളും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ ഏതെങ്കിലും സർവീസിന് ആളുണ്ടെങ്കിൽ മെറ്റീരിയൽ തരും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സപ്പോർട്ടും തരും. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോയാലേ? ഇൻഷാ അല്ലാഹ്. ചെയ്തു തുടങ്ങിയിട്ടേ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പൊ കൊറോണയുടെ ഒരു പ്രശ്നമുണ്ടല്ലേ? ഓക്കെ, നമ്മുടെ വീട് എത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇടത്തോട്ട് തിരിഞ്ഞൊക്കെ നിർത്തിയാലേ നമുക്ക് ഇറങ്ങി പിള്ളേർ കാണണ്ട, പിള്ളേരും ബഹളം ഉണ്ടാകും. ബാക്കിലോട്ടങ്ങ് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ വീട്ടിലെ വെള്ളം, കിണറ്റിലെ വെള്ളം ഇങ്ങനെ അല്ല, ഇതിന് അടിമട്ട് കിണറ്റിൽ ഇങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ.
ഇതിപ്പം നമ്മുടെ ഫിൽറ്ററിനകത്ത് വന്ന വെള്ളം വാഷ് ചെയ്യാൻ നേരത്ത് പുറത്തെടുത്തതാണ് ടെസ്റ്റിന് വേണ്ടി കാണിക്കാൻ. പൈപ്പിൽ നിന്നും ഇതുപോലെ തന്നെയാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു വീക്കെൻഡിൽ ഇത് സർവീസ് ആവശ്യമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ അത് വാക്ക് വാഷ് ചെയ്യണം. അദ്ദേഹം അത് നമുക്കൊന്ന് കാണിച്ചു തരികയാണ്. ആദ്യമായി ഡെലിവറി ലൈൻ ക്ലോസ് ചെയ്യുക, എന്നിട്ട് മോട്ടോറിൻ്റെ ലൈൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മൾട്ടിപോർട്ട് വാൾവ്, അതായത് ഈ ബ്ലൂ കളർ മൾട്ടിപോർട്ട് വാൾവിൻ്റെ ലിവർ ഫിൽറ്റർ 1 മോഡിൽ നിന്നും ബാക്ക് വാഷ് 2 മോഡിൽ കൊണ്ടുവരിക. അതിനുശേഷം മോട്ടോർ ഓൺ ചെയ്യുക. ഇപ്പോൾ സംഗതി ഓക്കെ ആയോ? അതെ. ഇനി നമ്മൾ മോട്ടോർ ഓൺ ചെയ്തിട്ട് ബാക്ക് വാഷ് ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. തുടർന്നുള്ള വീഡിയോകൾ കാണുക. ലുക്രോ പ്രൂഫിങ്സ് എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരും, പുതിയൊരു വർക്കുമായിട്ട് വരും. അതുപോലെ എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക.